ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ രാവിലെ എണ്ണീറ്റപ്പം തന്നെ നല്ല ഒന്നാന്തരം പണി അങ്ങ് കിട്ടിയെന്ന് കഴുത്തങ്ങ് ഉളുക്കി. കഴുത്തുവേദന കൊണ്ട് ഒരു തരത്തി വയ്യാന്ന് നിങ്ങൾക്കറിയാലോ. കഴുത്തുവേദന വന്നു കഴിഞ്ഞാൽ കഴുത്തുവേദനയല്ല, കഴുത്ത് ഉളുക്കി കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് തിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥ പെടലീന്ന് ആൾക്കാർ വിളിക്കേണ്ട ഒരവസ്ഥയായി. പിന്നെ ആണെങ്കിൽ പാവം ചേട്ടൻ ഇന്നലെ പറഞ്ഞല്ലേ ഉണ്ട കഴിക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് പിന്നെ അങ്ങ് പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉണ്ട പുഴുങ്ങി കൊടുക്കുമെന്ന് നിങ്ങൾ കരുതും. നിങ്ങളത് വേറൊരു രീതിയിൽ എടുക്കരുത്. ശരിക്കും ഞാൻ ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പുഴുങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇന്ന് എന്താ സ്പെഷ്യലെന്ന്. ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട പുഴുങ്ങിയതും കടലക്കറി. അതായത് നമ്മുടെ നാട്ടിൽ കൊഴുക്കട്ട എന്ന് പറയത്തില്ലേ, എൻ്റെ നാട്ടിൽ കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ അത് മധുരമായിട്ടുള്ളൊരു സാധനമാണ്. അകത്ത് തേങ്ങാപ്പീര, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അതൊക്കെ മിക്സാക്കി വെക്കുന്നതാണ് കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ. പക്ഷേ ചേട്ടൻ്റെ ഒക്കെ അവിടോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടയായിട്ട്. പിന്നെ ഞാൻ ഈ കോട്ടയം എറണാകുളം സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ പിടി ഇറച്ചിക്കകത്ത് പിടി ഉണ്ടാക്കത്തില്ല, അതേപോലത്തെ ഒരു ടൈപ്പ് ഒരു സാധനം എൻ്റേതായ രീതി ഞാനങ്ങ് ഉണ്ടാക്കിയേനെ. ഇതിനകത്ത് വേറെ വല്ല ആഡ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അരിപ്പൊടിക്കകത്ത് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. ഒത്തിരി വലുതായിട്ട് ഉണ്ടാക്കി ഇനി ചേട്ടൻ കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ചേട്ടൻ ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളോടാണ് താല്പര്യം. എനിക്കാണെങ്കിൽ പൂരി, ചപ്പാത്തി അങ്ങനത്തെയൊക്കെയാണ് എനിക്കിഷ്ടം. ചേട്ടന് പുട്ട് ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഉണ്ട ഇഷ്ടമാണ്. അങ്ങനെ ഓരോ രീതികളാണ്. പിന്നെ ആണെങ്കിൽ ഇന്ന് ഉച്ചക്കത്തേക്കാണെങ്കിലും എന്താ പറയുക, വലിയ കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലത്തെ കുറച്ചൊക്കെ ബാലൻസ് അത് ഇതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് തട്ടിയും മുട്ടി അങ്ങ് പോകാമെന്നങ്ങ് വിചാരിച്ചു. പിന്നെ ഇതാണെങ്കിൽ കഴുത്തുവേദന പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ലേറ്റായി, ഫുള്ള് ലേറ്റായി എന്ന് പറഞ്ഞാൽ എല്ലാം ലേറ്റായി. ഞാനിനി ഇത് ഇഡലിപ്പാനകത്തിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെള്ളത്തിനകത്തിട്ടും വേവിച്ചെടുക്കും. മനസ്സിലായില്ലേ? ആ വെള്ളവും കൂടി അപ്പം നമുക്ക് ഉപയോഗിക്കാം. കാരണം അത് കളയാൻ പറ്റത്തില്ലല്ലോ. കാരണം ആ ഗുണങ്ങളെല്ലാം വെള്ളത്തിൽ കാണുമല്ലോ. പിന്നെ എനിക്ക് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അത്ര അങ്ങ് ഇതായി കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എന്തുണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു കഷ്ണം എൻ്റെ നിന്ന് താഴെ പോകും ഗൈസ്. നിങ്ങളത് എൻ്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴും കാണാം, എന്ത് സാധനം ഉണ്ടാക്കിയാലും ഒരു കഷ്ണം താഴെ പോയിരിക്കുക. അതിന് ഒരു ഡൗട്ടുമില്ല. ഈ ഇഡലിപ്പാന കണ്ടോന്നേ, ഇതാണെങ്കിൽ എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. അമ്മ വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ പാത്രങ്ങളേ ഇല്ല. ഞാൻ ഒന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. കാരണം എത്രയും പാത്രം കുറവാണോ അത്രയും പണിയും കുറഞ്ഞു കിട്ടും ഗൈസ്. ഇപ്പോഴാണെങ്കിൽ ഒരു കുന്ന് പാത്രങ്ങളാണ് ഞാൻ കഴുകുന്നത്. നിങ്ങൾ കാണാറില്ലേ എൻ്റെ കഷ്ടപ്പാട്. എന്നിട്ട് ഞാനാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇഡലിപ്പാന അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഉണ്ടക്കുട്ടൻസിനെ എല്ലാം എടുത്ത് അതിനകത്തോട്ട് കൊണ്ടിടണം. അത് അവിടെ കിടന്ന് വേവണ്ടേ. എല്ലാം പെറുക്കി ഓരോന്നായിട്ട് പെറുക്കി ഞാൻ അതിനകത്ത് വെച്ച് അടച്ച് വെച്ച്. എനിക്ക് കുറച്ച് സമയം അത് വേവണം കേട്ടോ. അത് വേവേണ്ട സമയത്ത് നമുക്ക് വേറെ പരിപാടികൾ ഇവിടെ തീരുന്നില്ല ഗൈസ്, തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇനി അടുത്ത പരിപാടി, കടലക്കറിക്കുള്ള പ്രിപ്പറേഷൻസാണ്. കടലക്കറി വെക്കണമെങ്കിൽ കുറച്ച് അതിൻ്റെ കൂടെ വേറെ കുറേ സാധനങ്ങളും കൂടെ വേണമല്ലോ, എങ്കിലല്ലേ കടലക്കറി ആവത്തുള്ളൂ. പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് കടലക്കറിയൊക്കെ കാണുന്നതേ ഇഷ്ടമല്ല. കടല, ഗ്രീൻ പീസ്, വൻപയർ, ചെറുപയർ അതൊക്കെ കാണുമ്പോഴേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ദേഷ്യം വരായിരുന്നു. എനിക്ക് കിഴങ്ങ് കറി, മുട്ടക്കറി, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇഷ്ടം. ഇങ്ങനെ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. തക്കാളിയും വെണ്ടയ്ക്കയും കൊണ്ടൊക്കെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി തരാം. അതൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം. ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അങ്ങനെ ഇരിക്കുന്ന ടൈപ്പ്. കടലയൊന്നും കാണുന്നതേ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെയാണ് നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോഴാണ് ഓർത്തത് പണ്ട് ഇതൊന്നും കഴിക്കത്തില്ല. ഞാൻ പച്ചക്കറിയും കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. നോൺ വെജ് മാത്രം മതി, അതും ഇച്ചിരി. എന്നാൽ അതും കറക്റ്റ് ക്വാണ്ടിറ്റി കഴിക്കുക അതും ഇല്ല. ഇങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഞാൻ ഗൈസ്. ഇപ്പം അതൊക്കെ മാറി കേട്ടോ. ഇപ്പം കുറേയൊക്കെ നമ്മളെന്താ പറയുക, നല്ല ഗുണങ്ങളുള്ള സാധനങ്ങൾ കഴിക്കാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം ഐറ്റംസ് തന്നെ ഗൈസ്, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതാണ് എൻ്റെ മെയിൻ ഐറ്റം. പിന്നെ ഞാൻ ഈ കടലയൊക്കെ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോന്നേ, കുറച്ച് വെളുത്തുള്ളി കൂടുതൽ അങ്ങ് ചേർക്കും. കാരണം ഗ്യാസിൻ്റെ ഭയങ്കരമായ പ്രശ്നം വരുമല്ലോ. എനിക്ക് ഗ്യാസൊക്കെ നെഞ്ചത്ത് കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊക്കെ ഒരു അവസ്ഥ വരും. ചാകാൻ പോകുന്ന പോലത്തൊക്കെ കളി ഞാൻ കളിക്കും. എനിക്ക് എന്തൊക്കെയോ എന്താ പറയുക, ഉഷ്ണം എടുക്കും, പരവേശം എടുക്കും. ഗ്യാസൊക്കെ കയറിയാൽ നെഞ്ചത്തും പുറത്തും ഒക്കെ കയറിയിരിക്കും ഗൈസ്, ഒന്നും പറയണ്ട. അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഇളകുന്ന എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും കുറേ വെളുത്തുള്ളി അങ്ങ് ചേർക്കും. ആരാണ്ടോ പറഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഗ്യാസിന് നല്ലതാണ്, അതുകൊണ്ട് ഞാനങ്ങ് ചേർക്കുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് പെറുക്കി വെക്കുവാണ് കേട്ടോ. എല്ലാം ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. വലിയ തണ്ടം മുണ്ടം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതാണെങ്കിൽ പെട്ടെന്ന് വഴലൂല ഗൈസ്, വേവത്തുമില്ല. വേവാനും ബുദ്ധിമുട്ടായിരിക്കും, വഴളാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളെപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും, അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വഴറ്റേണ്ട സാധനങ്ങളൊക്കെ മുറിക്കുമ്പോഴും മാക്സിമം ചെറുതായിട്ട് മുറിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ പണി ഈസിയായി.
ഇപ്പോഴൊക്കെ എന്ന് രാത്രി കിടക്കുമ്പോഴും നാളെ എന്താണ് ഇതാണ് ഇപ്പോഴത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ. നാളെ രാവിലെ എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, വൈകിട്ട് എന്തുണ്ടാക്കണം, ചായക്ക് എന്തുണ്ടാക്കണം, ഇത് തന്നെയാണ് ഗൈസ് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഉണ്ടേനെ എടുത്ത് ഞാൻ സൈഡാക്കിയിട്ട് കടലക്കറി അങ്ങോട്ട് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇടുന്നത്. അതല്ലാണ്ട് ഞാൻ ചിലപ്പോൾ ഇടും, അങ്ങനെ മുറിച്ചും ഇടും. എനിക്ക് കൂടുതലും ചതച്ചിട്ട് ചേർക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അല്ലാണ്ട് മുറിച്ചിടുന്നതിനോട് എന്താ പറയുക, എനിക്ക് സമയമില്ലാത്ത സമയത്തായിരിക്കും ഞാൻ അങ്ങനത്തെ പണിയൊക്കെ എടുക്കുക. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ കരുതിക്കോണം, എനിക്ക് പെട്ടെന്ന് ചെയ്തിട്ട് എവിടെയോ പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തോ പരിപാടി അതിൻ്റെ ഇടയിലുണ്ടെന്ന്. പിന്നെ ഉണ്ടല്ലോ രാവിലെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. രാവിലെ എണ്ണിക്കുമ്പോൾ തൊട്ടേ നമ്മൾ എന്താ പറയുക, നമ്മൾ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചില സമയം ഞാൻ മറന്നു പോകും, സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോകുമെന്നേ. വെള്ളം കുടിക്കാൻ ചില സമയം അങ്ങ് മറന്നു പോകും. എന്നിട്ട് മുഖത്തെല്ലാം കുരു, പിന്നെ നമ്മുടെ ദേഹമൊക്കെ ഒന്ന് ഡ്രൈ ആകുമ്പം, പിന്നെ തൊണ്ടയൊക്കെ ഒന്ന് വരളുമ്പോൾ അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കും, അയ്യോ വെള്ളം കുടിച്ചില്ലേ, ഇന്ന് ഉച്ചവരെ വെള്ളം കുടിച്ചില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അപ്പോൾ ഒരുമിച്ചുള്ള വെള്ളം എല്ലാം കൂടെ കുടിക്കരുത്. നമ്മൾ കുറച്ചായിട്ടേ വെള്ളം കുടിക്കാറുള്ളൂ. അതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. അങ്ങനെ ഞാനാണെങ്കിൽ എണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളകിനെയൊക്കെ എടുത്ത് അങ്ങ് ഇട്ടു ഗൈസ്. അതിനെ ഒന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം വേണം ചേർക്കാൻ നമ്മുടെ തക്കാളി കുട്ടൻസിനെ ചേർത്ത് കൊടുക്കാൻ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് വഴണ്ടാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. നമ്മൾ എളുപ്പപ്പണിക്ക് തീ കൂട്ടി വെച്ച് ജസ്റ്റ് അത് നാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സവാള എല്ലാം പച്ച കടിക്കും ഗൈസ്, പച്ചച്ചോവ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് വഴറ്റണം കേട്ടോ, നന്നായിട്ട് വഴറ്റണം. ഞാനാണെങ്കിൽ നമ്മുടെ സാപ്പൊടികളൊക്കെ തീർന്നായിരുന്നു കേട്ടോ. ഞാനാണപ്പോൾ നമ്മുടെ 10 രൂപ പാക്കറ്റ്, നമ്മുടെ മെയിൻ അതാണല്ലോ. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും 10 രൂപയുടെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ഗൈസ്. അതാകുമ്പം കറക്റ്റാണ്. എനിക്ക് ഒരു 3-4 ദിവസത്തേക്ക് അത് മതി. അതേ സ്ഥാനത്ത് നമ്മൾ വലുത് വാങ്ങിച്ചാലും ഞാൻ വെറുതെ കളയും, പിന്നെ വെറുതെ കൂടുതൽ ഇടാൻ തോന്നും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുത് വാങ്ങിച്ചുള്ള ഉപയോഗമുണ്ട്. നമ്മളത് അതിൻ്റെ ആ പരിമിതിക്കുള്ളിൽ നമ്മളത് ചിലവാക്കത്തുള്ളൂ. ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം നമ്മുടെ സാധനം ഞാനാണെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന കടലേനെ ഞാൻ അങ്ങോട്ട് ചേർത്ത് ഗൈസ്. ഒരു പണി, സത്യം പറഞ്ഞാൽ പണി പാളി എന്ന് ഞാൻ വിചാരിച്ചു. വെള്ളം കുറച്ച് കൂടിപ്പോയി ഗൈസ്. സാധാരണ വെള്ളം വറ്റി പോവാറാണ് ചില സമയം, പക്ഷെ കുക്കർ മാറ്റുക എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഇത് നമ്മുടെ നല്ല കുക്കറാണ്, ഇത് ഞാൻ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കറാണ്. ഇത് നല്ലതാണ്. വേറെ ഒരെണ്ണമുണ്ട് ചെറുത്, ഒരു 3 ലിറ്ററിൻ്റെ പഴയത്. അതിലാണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചാലും ചിലപ്പോൾ ചില സമയം അത് അടിക്ക് പിടിക്കും ഗൈസ്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ വെള്ളം കൂടുതൽ അങ്ങ് വെച്ചതാണ് ഗൈസ്. അപ്പം ഇങ്ങനെയാവുമെന്ന് കരുതില്ല. സാരമില്ല, എന്തായാലും കുറച്ച് നേരം വേവിച്ചല്ല തീ കൂട്ടി വെച്ച് നമുക്ക് വറ്റിക്കാൻ നോക്കാം. പിന്നെ കടലയല്ലേ, കടലയുടെ വെള്ളം നമ്മൾ കളയാൻ പറ്റത്തില്ല ഗൈസ്. കടലയുടെ വെള്ളം നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പം നമ്മുടെ കടലക്കറി ഉണ്ട് ഇവിടെ റെഡിയായി. അങ്ങനെ തന്നെ ഞാൻ ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, ഞാനും അങ്ങോട്ട് എടുക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. ചേട്ടൻ്റെ അടുക്കലോട്ട് ഞാനാണെങ്കിൽ ഫുഡും കൊണ്ട് പോകാൻ പോവാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എന്നെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം ഗൈസ്. പ്ലീസ് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളുടെ വിമർശനങ്ങളായാലും എന്തായാലും ഞാൻ ഏറ്റുവാങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനും, എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തന്നാൽ എനിക്കത് നന്നാക്കി ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.